ഹലോ ഫ്രണ്ട്സ്, MTVlogൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എല്ലാവരുടെ ഒരു ആഗ്രഹം, ഞാൻ തംബ്നെയിലിൽ കാണിച്ചതുപോലെ എല്ലാവരുടെ ആഗ്രഹം, അത് വിദ്യാർത്ഥികളാണെങ്കിലും അവരുടെ രക്ഷിതാക്കളാണെങ്കിലും അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളതാണ്. എല്ലാവരും ഒരു കരിയർ ഗൈഡ് എന്നുള്ള ആൾക്ക് നമ്മളോട് പലപ്പോഴും ചോദിക്കുന്നത് പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു കോഴ്സ് പറയുന്നതാണ്. അങ്ങനെ കോഴ്സുകളുണ്ട്. പെട്ടെന്ന് ജോലി കിട്ടുന്ന 1-2 വർഷം കൊണ്ട് തന്നെ ജോലി കിട്ടുന്ന കോഴ്സുകളുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ സാലറിയും സ്റ്റാറ്റസ് കുറച്ച് കുറവായിരിക്കും. കുറേ വർഷം പഠിച്ചിട്ട് ജോലി കിട്ടുന്ന കോഴ്സുണ്ട്, അതിൻ്റെ സാലറിയും സ്റ്റാറ്റസും കൂടാം. ഇത് നേരെ ഓപ്പോസിറ്റും ആവുന്ന കേസുണ്ട്. വളരെ കുറഞ്ഞ കാലം കൊണ്ട് പഠിക്കുകയും പെട്ടെന്ന് നല്ല ഹൈ പോസ്റ്റിലെത്തിയ ആളുകളൊക്കെ നമുക്കറിയാം. ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്ന +2 സയൻസ് ഓർ VHSC സയൻസ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള പാരാമെഡിക്കൽ കോഴ്സുകളാണ്. 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ. അത് 14 കോഴ്സുകളുണ്ട്. അത് ഏതൊക്കെയാണ് കോഴ്സുകൾ, ആ കോഴ്സുകളുടെ കോളേജുകൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്താണ്, അത് കഴിഞ്ഞാൽ എന്ത് ജോലി കിട്ടും, ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ ചാനലിൽ തന്നെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്ത മിസ്റ്റർ മജീദ് ഉണ്ട്. വയനാട് ജില്ലാ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് സെൻറ്ററിൻ്റെ കരിയർ ഗൈഡാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഹായ്, ഞാൻ മജീദ്. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇത്തവണ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നേരത്തെ MTVlogലൂടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാ ആളുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഇത്തവണ ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണ നമുക്കറിയാം 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ഡിഗ്രി PG മറ്റു കോഴ്സുകളൊക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് സാധാരണ ഉണ്ടാവാറുള്ള സംശയമാണ്, കോഴ്സ് കഴിഞ്ഞു സാർ, ഇനി ഏതൊക്കെ കോഴ്സുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏതൊക്കെ കോഴ്സുകൾ തിരഞ്ഞെടുത്താലാണ് കൂടുതൽ ജോലി സാധ്യത, ഏതൊക്കെ സ്ഥാപനങ്ങളാണ് മികച്ച സ്ഥാപനങ്ങൾ, എവിടെ പഠിച്ചാലാണ് എനിക്ക് മുന്നോട്ട് ഹയർ സ്റ്റഡീസിനൊക്കെ കൂടുതൽ സാധ്യതകൾ, തുടങ്ങിയ ഒട്ടനവധി സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ സംശയിച്ച് നിൽക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ചെയ്യണം എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഒട്ടനവധി കോഴ്സുകളാണ് നമ്മുടെ നാട്ടിലും പുറത്തൊക്കെ ആയിട്ടുള്ളത്. എല്ലാ കോഴ്സുകളെക്കുറിച്ചും വളരെ വിശദമായി പറയുക എന്നത് അപ്രായോഗികമാണ്. എങ്കിലും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കോഴ്സുകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നൽകുന്ന 14 പാരാമെഡിക്കൽ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകളാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 100% ജോബ് ഓറിയൻറ്റഡ് കോഴ്സാണ്. 2 വർഷമാണ് ഈ കോഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. 2 വർഷത്തെ കോഴ്സ് കാലാവധിയും ഒപ്പം പല കോഴ്സുകൾക്കും 3 മാസം അല്ലെങ്കിൽ 6 മാസം ഒക്കെ ആയിട്ട് ഇതുമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് ഈ കോഴ്സുകൾ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മെഡിക്കൽ കോളേജുകളിലും അതോടൊപ്പം തന്നെ സർക്കാരുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള സ്വകാര്യ സ്വാശ്രയ സ്ഥാപനങ്ങളിലും ഈ കോഴ്സുകളുണ്ട്. മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ LBS സെൻറ്റർ വഴിയാണ്. LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ കോഴ്സുകൾക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ കോഴ്സുകൾക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. എല്ലാ കോഴ്സിനും കൂടെ ഒറ്റ അപേക്ഷയാണ്. ജനറൽ OBC കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്ക് 400 രൂപയും SC/ST കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്ക് 200 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത്. ഇത് LBS സെൻറ്റർ വെബ്സൈറ്റിൽ കയറി കാൻഡിഡേറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. അങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ചലൻ സ്ലിപ്പ് കിട്ടും. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അടക്കം. അങ്ങനെ ഏത് വഴിയാണെങ്കിലും ഫസ്റ്റ് ഘട്ടം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2ാം ഘട്ടം നമ്മൾ വെബ്സൈറ്റിൽ വീണ്ടും കയറി ഈ ചലാൻ ഫോമിലെ നമ്പറും അതോടൊപ്പം തന്നെ ബാക്കി ഡീറ്റെയിൽസും അടിച്ചു കൊടുത്ത് നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസും എൻ്റർ ചെയ്യുന്നു. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടും അനുബന്ധ രേഖകളും തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള LBS സെൻറ്ററിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. അവിടെ നിന്നുള്ള പരിശോധനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ 3ാം ഘട്ടം ചെയ്യേണ്ടത്. 3ാം ഘട്ടത്തിലാണ് നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ. 3ാം ഘട്ടത്തിലാണ് കോളേജുകളും കോഴ്സുകളുടെയും ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകേണ്ടത്. ഏതായാലും ഞാൻ കോഴ്സ് ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി എന്ന് പറയുന്ന കോഴ്സാണ്. DPharm 2 വർഷത്തെ കോഴ്സാണ്. 3 മാസത്തിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഫാർമസിസ്റ്റ് ആവാനുള്ള ഏറ്റവും കുറഞ്ഞ ക്വാളിഫിക്കേഷനാണ് DPharm എന്ന് പറയുന്നത്. ആശുപത്രികൾ, മരുന്ന് നിർമ്മാണ കമ്പനികൾ, മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങിയ മേഖലകളിലൊക്കെ ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള കോഴ്സാണ് DPharm എന്ന് പറയുന്നത്. മറ്റൊരു കോഴ്സാണ് DHI, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് എന്ന് പറയുന്നത്. ഇതും 2 വർഷമാണ് കോഴ്സിൻ്റെ കാലാവധി. പബ്ലിക് ഹെൽത്ത് സെൻ്ററുകൾ, ഹെൽത്ത് ഓർഗനൈസേഷനുകൾ, അഭയാർത്ഥി ക്യാമ്പുകൾ, മറ്റ് സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ തുടങ്ങിയ മേഖലകളിലെല്ലാം ഹെൽത്ത് ഇൻസ്പെക്ടർ കഴിഞ്ഞ കുട്ടികൾക്ക് ധാരാളം തൊഴിൽ സാധ്യതകളുണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് DMLT, ഡിപ്ലോമ ഇൻ ലാബ് ടെക്നീഷ്യൻ കോഴ്സ്. 2 വർഷമാണ് കോഴ്സ് കാലാവധി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്
രോഗികളുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട് ആശുപത്രികൾ, മറ്റു മെഡിക്കൽ ലാബുകൾ എന്നിവിടങ്ങളിൽ ധാരാളം അവസരങ്ങളുണ്ട്. MLT കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് സ്വദേശത്തും വിദേശത്തുമൊക്കെയായി ഒട്ടനവധി തൊഴിൽ സാധ്യതകളാണ് DMLT കഴിഞ്ഞ കുട്ടികളെ കാത്തിരിക്കുന്നത്. എന്തായാലും മികച്ചൊരു കോഴ്സാണ് DMLT കോഴ്സ് എന്ന് പറയുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് DRT എന്ന് പറയുന്നത്. ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സാണിത്. 2 വർഷമാണ് ഈ കോഴ്സിൻ്റെ കാലാവധി. എക്സ്റേ, റേഡിയേഷൻ തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രോഗനിർണയം നടത്തുക, അതിന് ചികിത്സയ്ക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കുക എന്നതാണ് ഈ കോഴ്സ് കഴിഞ്ഞ ആളുകളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നല്ലൊരു കോഴ്സാണിത്. മറ്റൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഒഫ്താൽമിക് അസിസ്റ്റൻറ്റ്. 2 വർഷം തന്നെയാണ് കോഴ്സിൻ്റെ കാലാവധി. ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കോഴ്സ് കഴിഞ്ഞാലുള്ള സാധ്യത എന്ന് പറയുന്നത് ഒഫ്താൽമോളജിസ്റ്റിനെ, നേത്രരോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനയ്ക്ക് ഒഫ്താൽമോളജിസ്റ്റിനെ ടെക്നിക്കലി ഹെൽപ്പ് ചെയ്യുന്ന വിഭാഗമാണ്. അതോടൊപ്പം തന്നെ രോഗിയുടെ കണ്ണുപരിശോധന, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ലെൻസ് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതിൽ സഹായിക്കുക എന്നതൊക്കെയാണ് ഈ കോഴ്സ് കഴിഞ്ഞ ആളുകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. വളരെ മികച്ച ഒരു കോഴ്സാണ് ഒഫ്താൽമിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. മറ്റൊരു ഡിപ്ലോമ കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഡെൻ്റൽ മെക്കാനിക്സ് ആൻഡ് ഡെൻ്റൽ ഹൈജീനിസ് എന്ന് പറയുന്നത്. ഇത് ദന്ത ഡോക്ടറെ ടെക്നിക്കലി ഹെൽപ്പ് ചെയ്യുന്ന, പല്ലിൻ്റെയൊക്കെ പരിശോധനാ സമയത്ത് ടെക്നിക്കലി ഹെൽപ്പ് ചെയ്യുന്ന വിഭാഗമാണ് ഈ കോഴ്സ് കഴിഞ്ഞ ആളുകൾ. അതോടൊപ്പം തന്നെ രോഗിയുടെ പല്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്റേ എടുക്കുക, ചിത്രങ്ങൾ എടുക്കുക. അതോടൊപ്പം തന്നെ പല്ല് നിർമ്മാണ മേഖലയിലും ഇത്തരം കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് ധാരാളം സാധ്യതകളുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമായി ഒട്ടനവധി തൊഴിൽ സാധ്യതകളാണ് ഇത്തരം കോഴ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ളത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ഡെൻ്റൽ മെക്കാനിക്സ് ആൻഡ് ഡെൻ്റൽ ഹൈജീനിസ് എന്ന് പറയുന്ന കോഴ്സ്. അതോടൊപ്പം ഞാൻ പരിചയപ്പെടുത്തുന്ന മറ്റൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി എന്ന് പറയുന്നത്. ഇത് 2 വർഷമാണ് കോഴ്സിൻ്റെ കാലാവധി. 6 മാസം ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്, മികച്ച കോഴ്സാണ്. ഈ കോഴ്സിന് ഒട്ടനവധി തൊഴിൽ സാധ്യതകളാണുള്ളത്. ഈ കോഴ്സുകൾ കഴിഞ്ഞാൽ ലഭിക്കുന്ന അവസരങ്ങൾ, തൊഴിൽ സാധ്യതകൾ എന്നിവയെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സിനെ ടെക്നിക്കലി ഹെൽപ്പ് ചെയ്യുന്ന വിഭാഗമാണ് ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റൻറ്റ്. അതോടൊപ്പം ഓപ്പറേഷൻ തിയേറ്ററിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക, അതിൻ്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തുക എന്ന ഡ്യൂട്ടിയും കൂടെ ഇത്തരം കോഴ്സ് കഴിഞ്ഞ ആളുകൾക്കുണ്ട്. കേരളത്തിൽ ധാരാളം തൊഴിൽ സാധ്യതയുള്ള കോഴ്സാണിത്. മികച്ച ഒരു പാരാമെഡിക്കൽ കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി. മറ്റൊരു കോഴ്സാണ് DCVT, ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്നത്. അടിപൊളി കോഴ്സാണ്. വിദേശങ്ങളിലൊക്കെ ഒട്ടനവധി സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്ന കോഴ്സാണ്. കേരളത്തിനകത്തും പുറത്തും അതോടൊപ്പം തന്നെ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെയായി നിരവധി തൊഴിൽ സാധ്യതകളാണ് ഈ കോഴ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ളത്. ഈ കോഴ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ഒരു തൊഴിൽ സാധ്യത എന്ന് പറയുന്നത്, അവരുടെ ഒരു മേഖല എന്ന് പറയുന്നത്, ഹൃദയത്തിൻ്റെയും രക്തക്കുഴലുകളുടെയും പരിശോധനയ്ക്ക് കാർഡിയോളജിസ്റ്റിനെ ടെക്നിക്കലി ഹെൽപ്പ് ചെയ്യുന്ന വിഭാഗമാണ് ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി കോഴ്സ് കഴിഞ്ഞ ആളുകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് ടെക്നിക്കലി മെഷീനുകൾ പ്രവർത്തിക്കുക, അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന ഡ്യൂട്ടി കൂടി കാർഡിയോവാസ്കുലർ ടെക്നോളജി കഴിഞ്ഞ ആളുകൾക്കുണ്ട്. വളരെ മികച്ചൊരു കോഴ്സാണിത്. മറ്റൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി എന്ന് പറയുന്നത്. വളരെ മികച്ച കോഴ്സാണ്. മനുഷ്യ ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുക, അതിൻ്റെ നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുക. ഇത്തരത്തിൽ ഡോക്ടേഴ്സിനെ പരിശോധനാ സമയത്ത് ടെക്നിക്കലി ഹെൽപ്പ് ചെയ്യുന്ന വിഭാഗമാണ് ന്യൂറോ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. ധാരാളം അവസരങ്ങളുടെ മികച്ചൊരു കോഴ്സാണ് ന്യൂറോ ടെക്നോളജി കോഴ്സ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സാണ് DDT, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജിയാണ്. ഈ കോഴ്സ് നമുക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് ധാരാളം ഡയാലിസിസ് സെൻ്ററുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വൃക്കരോഗികൾ ധാരാളമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡയാലിസിസ് കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് നിരവധി തൊഴിൽ സാധ്യതകളാണുള്ളത്. വൃക്കകൾ പ്രവർത്തനരഹിതമാകുമ്പോൾ രോഗിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, മെഷീനുകൾ പ്രവർത്തിപ്പിക്കുക, ഡോക്ടേഴ്സിനെ ടെക്നിക്കലി ഹെൽപ്പ് ചെയ്യുക എന്നതാണ് ഡയാലിസിസ് കോഴ്സ് കഴിഞ്ഞ കുട്ടികളുടെ ജോലി എന്ന് പറയുന്നത്. കേരളത്തിൽ ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള കോഴ്സാണ് ഡയാലിസിസ് ടെക്നോളജി. വളരെ മികച്ചൊരു കോഴ്സാണിത്. മറ്റൊരു കോഴ്സാണ് DET, ഡിപ്ലോമ ഇൻ എൻഡോസ്കോപ്പിക് ടെക്നോളജി. ഇത് ഈ കോഴ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള സാധ്യത അവസരങ്ങൾ എന്ന് പറയുന്നത് രോഗിയുടെ ഉൾഭാഗത്തുള്ള രോഗങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള മെഷീൻസ് പ്രവർത്തിക്കേണ്ടതും രോഗങ്ങൾ കണ്ടെത്തേണ്ടതും ഈ കോഴ്സ് കഴിഞ്ഞ ആളുകളാണ്. നിരവധി തൊഴിൽ സാധ്യതയുള്ള കോഴ്സാണ് എൻഡോസ്കോപ്പിക് ടെക്നോളജി. ധാരാളം ആശുപത്രികളിൽ എൻഡോസ്കോപ്പിക് ചെയ്യുന്നുണ്ട്. അത്തരം മേഖലകളിലൊക്കെ ഇത്തരം കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നിരവധി അവസരങ്ങളാണ്. ഞാനിനി പരിചയപ്പെടുത്തുന്ന കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻറ്റ്. പല്ലിൻ്റെ ഓപ്പറേഷൻ സമയത്ത് ദന്ത ഡോക്ടറെ ടെക്നിക്കലി ഹെൽപ്പ് ചെയ്യുന്ന വിഭാഗമാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ ഇത്തരം കോഴ്സുകൾ കഴിഞ്ഞ ആളുകളാണ്.
വളരെ മികച്ചൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഡെൻ്റൽ റൂം ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഡിപ്ലോമ ഇൻ റെസ്പിറേറ്ററി ടെക്നോളജി എന്ന് പറയുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ കോഴ്സ് കഴിഞ്ഞവർക്കുള്ള ജോലി സാധ്യത എന്ന് പറയുന്നത് രോഗിയുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളുടെ പ്രവർത്തനക്ഷമത മനസ്സിലാക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ഡോക്ടേഴ്സിന് നൽകുക എന്ന വലിയ ഉത്തരവാദിത്വമുള്ള ജോലിയാണ് ഡിപ്ലോമ ഇൻ റെസ്പിറേറ്ററി ടെക്നോളജി കഴിഞ്ഞ ആളുകളുടേത്. അതോടൊപ്പം തന്നെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ പ്രവർത്തിക്കുക, അതിൻ്റെ മേൽനോട്ടം വഹിക്കുക എന്ന ഡ്യൂട്ടി കൂടി ഈ കോഴ്സ് കഴിഞ്ഞ ആളുകൾക്കുണ്ട്. ഇതാണ് ഞാൻ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട 14 പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ എന്ന് പറയുന്നത്. ഈ കോഴ്സുകൾ വളരെയധികം സാധ്യതയുള്ളതാണ്. സാധാരണ കേരള ഗവൺമെൻറ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഏതായാലും നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളിലോ +2 VHSC സയൻസ് സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്ക് ഈ കോഴ്സുകൾ പരിചയപ്പെടുത്താവുന്നതാണ്. ഇനിയും ധാരാളം പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. അതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ കൂടുതൽ കരിയർ ഇൻഫർമേഷനുമായി ഞാൻ വരുന്നതാണ്. ഏതായാലും എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സാധാരണ പറയാറുള്ളത് പോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനലിൽ നിന്നൊരു വീഡിയോ കാണുന്നെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാകും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇത്തരം കരിയർ ഗൈഡൻസ്, സ്കോളർഷിപ്പ്, സൈക്കോളജി റിലേറ്റഡായ ധാരാളം വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇവിടെ വാങ്ങുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്.